തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ്? കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ സഹോദരങ്ങളായിട്ടുള്ള രണ്ടുപേരുണ്ട്, വേണു ബാലകൃഷ്ണൻ അതേപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ. ഇവരെ രണ്ടുപേരുടെയും വിചാരം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് ഇവരാണ് എന്നാണ്. അതിൽ ഒരാളുടെ സൂക്കേട് ഇന്നലെ യുവരാജ് ഗോകുൽ തീർത്തു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടുപോകും. ഈ യുവരാജ് ഗോകുൽ, ഇവിടെ ഈ LDFന്റെ തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടതാണല്ലോ. അതിൽ പറയുന്നത് RSSനെയും BJPയെയും ധിക്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതിനേക്കാൾ ശക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് LDFലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിന് മേലും ഈ പാർട്ടിക്ക് മേലും സ്വാധീനം RSSനാണ് എന്നാണ്. BJP CPMന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൌദ്യോഗിക ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞോ? ഇന്ന് CPM നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോൾ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണറും ഈ പറയുന്ന സുരേഷ് ഗോപിയും ഒക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാധൂകരണമാവുകയല്ലേ അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പറയാൻ ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷേ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം അവിടെ ശ്രീധരൻ പിള്ള ആയിരുന്നാലും ശരി തന്നെയാണ്, സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ്, ഒരു CPMനും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. RSSന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ്? അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത്. അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയന് അല്ലെങ്കിൽ CPMനെ പ്രതിരോധിക്കാൻ എന്താവും? ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് പരമമായ വിവരദോഷത്തരം. ഇപ്പൊ യുവരാജ് പറയുന്നതാണ് പരമമായ വിവരദോഷത്തരം. നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറി ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ആ രാഷ്ട്രീയ കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ല വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം? പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല. കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ്. അല്ലല്ല, ആ രൂപത്തിൽ വർത്താനം പറയരുതേ. മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. യുവരാജ്, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും. മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം. മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. ശരി യുവരാജ്, അല്ല ഒരു സെക്കൻഡ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി പണിപാളിയെന്ന് കണ്ടപ്പോൾ ജ്യോതികുമാർ ചാമക്കാലിനെയും മറ്റുമൊക്കെ കൂട്ടുപിടിച്ച് സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്ന ഒരു വേണു ബാലകൃഷ്ണനെയാണ് ഇവിടെ കാണുന്നത്. സത്യത്തിൽ വേണുവിനെ പോലുള്ളവരോട് ഈ രീതിയിലല്ല മറുപടി പറയേണ്ടത്. ഇതിനു മുമ്പ് അയാൾ പ്രവർത്തിച്ചിരുന്ന ആ മാധ്യമ സ്ഥാപനത്തിൽ അയാൾ കാണിച്ച കോഴിത്തരം ഒറ്റ കാരണം മതി. ആ ഒറ്റ കോഴിത്തരം മാത്രം പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള കിഴങ്ങന്മാർ ഈ മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ചാനലിൽ വന്ന് ഇളിഞ്ചുകൊണ്ട് ഇരിക്കത്തില്ല. മനസ്സിലായോ? അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടത്. ഇത്രയൊന്നും മാന്യതയൊന്നും യുവരാജിനെ പോലെയുള്ളവർ ഇവറ്റകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ള യാതൊരു യോഗ്യതയും ഈ വേണു ബാലകൃഷ്ണൻ എന്ന മാപ്രയ്ക്ക് ഇല്ല.